എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴിൽ പക്ഷികളുടെ പേരാണ് പഠിക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ബേർഡ്സിന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പറവൈകൾ എന്നാണ് തമിഴിൽ പറയുന്നത്. പ റ വൈക്ക് ചുറ്റിക്കെട്ടിട്ടിട്ട് വാ എഴുതി, ഇനി കാ എഴുതണം, ഇനി ഇള്ള എഴുതാനായിട്ട് ള എഴുതിയിട്ട് മേളത്തെ കുത്താണ് തമിഴിലെ ചന്ദ്രകല. പറവൈകൾ എന്നാണ് ബേർഡ്സിന് പറയുന്നത്. മലയാളത്തിൽ പക്ഷികൾ എന്ന് പറയും കേട്ടോ. പ ഇക്ഷി കൽ പക്ഷികൾ. അപ്പോൾ ആദ്യം തന്നെ ഹോൺബിൽ എന്ന് പറഞ്ഞാൽ വേഴാമ്പൽ എന്നാണ് മലയാളത്തിൽ. തമിഴിൽ പറയുന്നത് ഇരുവാഴ്ച എന്നാണ്. ഇരുവാഴ്ച എന്ന് എഴുതാനായിട്ട് ഇങ്ങനെയാണ് ഈ എഴുതുന്നത്. ഇനി ഇരു എഴുതാനായിട്ട് രാ എഴുതിയിട്ട് ഇങ്ങനെ കുനിപ്പിടും. ഇനി വാ എഴുതിയിട്ട് ദീർഘമിടാം, ഇരുവാ. ഇനി യാ എഴുതി ചന്ദ്രകല. ഇനി നമ്മൾ ഇച്ചി എന്ന് പറയണം. ഒരു ചാ എഴുതി ചന്ദ്രകല, അടുത്ത ചാ എഴുതിയിട്ട് വള്ളിയിടണം. ഇരുവാഴ്ച എന്ന് പറയും. ഇരുവാഴ്ച എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, 2 ചുണ്ടുള്ള പോലെ തോന്നുന്നതുകൊണ്ടാണ് ഇരുവാഴ്ച എന്ന് പറയുന്നത് കേട്ടോ. ഇരുവാഴ്ച മലയാളത്തിൽ വേഴാമ്പൽ എന്നാണ് കേട്ടോ. വേഴാമ്പൽ ഇമ്പ ഇൽ വേഴാമ്പൽ എന്നാണ് മലയാളത്തിൽ ഇരുവാഴ്ച അഥവാ ഹോൺബിൽ എന്ന് പറയുന്നത്. അടുത്ത പെൻഗ്വിനാണ്. മലയാളത്തിൽ പെൻഗ്വിൻ എന്ന് പറയും, തമിഴിൽ പനിപ്പാടി എന്ന് പറയും. പനിപ്പാടി എന്ന് എഴുതാനായിട്ട് പാ എഴുതണം, നീ എഴുതാനായിട്ട് ഞാ എഴുതിയിട്ട് വള്ളി ഇടണം. ഇനി പാടി എന്ന് എഴുതാനായിട്ട് പാ എഴുതണം. പാ ഷോർട്ടായി പോയി. പാ എഴുതുമ്പോൾ ആദ്യം എഴുതിയ പോലെ തന്നെ ഇങ്ങനെ എഴുതിയിട്ട് ചന്ദ്രകല. എന്നിട്ട് ഒരു പായും കൂടെ എഴുതി ദീർഘമിടുമ്പോഴാണ് ഇപ്പ എന്ന് പറയുന്നത്, പനിപ്പ. ഇനി ഡി എഴുതാനായിട്ട് ഡാ എഴുതിയിട്ട് ചേർന്നൊരു വള്ളി ഇട്ടാൽ മതി. അപ്പോൾ ഇതിന് മലയാളത്തിലും പെൻഗ്വിൻ എന്ന് തന്നെയാണ് പറയുന്നത്. പെൻഗ്വിൻ എന്ന് മലയാളത്തിൽ എഴുതാനായിട്ട് നമുക്ക് പേ ഇൻ, ഇനി ഗ്വി എഴുതാനായിട്ട് ഗാ എഴുതിയിട്ട് ഇങ്ങനെ ഒരു സാധനം ഇടും, എന്നിട്ട് വള്ളി ഇടും. അപ്പോൾ ഗ്വി എന്ന് വായിച്ചു. ഗ്വി ഇൻ പെൻഗ്വിൻ എന്നാണ് മലയാളത്തിലും ഇംഗ്ലീഷും പറയുന്നത്. തമിഴിൽ പറയുന്നത് പനിപ്പാടി എന്നാണ് കേട്ടോ. പനിപ്പാടി. അടുത്ത നമ്മുടെ സ്വാൻ എന്ന് പറഞ്ഞാൽ അരയന്നമാണ്. അരയന്നം മലയാളത്തിൽ പറയുമ്പോൾ തമിഴിൽ വെറും അന്നം എന്ന് പറഞ്ഞാൽ മതി. അന്നം. മലയാളത്തിൽ അന്നം എന്ന് പറഞ്ഞാൽ ഫുഡാണ്, തമിഴിൽ അന്നം എന്ന് പറഞ്ഞാൽ അരയന്നമാണ്. അന്നം. ആ എഴുതിയിട്ട് ഞാ എഴുതി ചന്ദ്രക്കലയിട്ട് ഒരു നായും കൂടെ എഴുതുമ്പോൾ ഇന്ന എന്ന് വായിച്ചു. അന്നം. ഇനി മാ എഴുതിയിട്ട് ചന്ദ്രക്കല. അരയന്നം എന്ന് മലയാളത്തിൽ എഴുതാനായിട്ട് ആ രാ യാ ഇന്നം, ഇന്ന എഴുതിയിട്ട് ഒരു പൂജ കിട്ടും. അപ്പോൾ അരയന്നം എന്ന് വായിച്ചു. അരയന്നം. ഇത് ഇന്നായിട്ടും ഇന്നായിട്ടും ഒക്കെ വായിക്കാം. മലയാളത്തിൽ നായും നായും ഒറ്റ അക്ഷരം തന്നെയാണ്. തമിഴിൽ രണ്ടും 2 അക്ഷരങ്ങളാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നായുടെയും നായുടെയും അതേപോലെ റായുടെയും രായുടെയും സായുടെയും ചായുടെയും ഒക്കെ വ്യത്യാസം പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ആ വീഡിയോ കാണുക, അല്ലാതെ വെറുതെ പോയി കൺഫ്യൂഷൻ ആവാൻ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ആ വീഡിയോയുടെ. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിലും ഉണ്ട്. എന്തായാലും പ്ലേലിസ്റ്റ് നമ്മുടെ എൻഡ് സ്ക്രീനായിട്ടും കൊടുത്തേക്കാം. അടുത്ത നമുക്ക് ടർക്കിയാണ്. ടർക്കിക്ക് മലയാളത്തിൽ ടർക്കിക്കോഴി എന്നോ കൽക്കം എന്നൊക്കെയോ പറയും. അതേപോലെ തമിഴിൽ പറയുന്ന പേര് വാൻകോഴി എന്നാണ്. വാൻകോഴി. വാ എഴുതിയിട്ട് ദീർഘമിടാം, എന്നിട്ട് എഴുതാം, വാൻ. ഇനി കോഴി. ഫോൺ ചുറ്റിക്കെട്ട് കാ എഴുതി ദീർഘമിട്ടു, കോ ആയി. ഇനി ഇഴി എഴുതാനായിട്ട് ഴാ. ഇതിങ്ങനെയാണ്. മലയാളത്തിലെ ഴാ പോലെ സെയിം തന്നെ എന്നല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഏകദേശം സിമിലർ ആണ്. വാൻകോഴി. മലയാളത്തിൽ കൽക്കമെന്നോ ടർക്കിക്കോഴി എന്നോ പറയും. നമുക്ക് ടർക്കിക്കോഴി എന്ന് ആദ്യം എഴുതാം. ടർക്കി കോഴി. ടർക്കിക്കോഴി എന്നോ കൽക്കം എന്നൊക്കെ പറയും. കൽക്കം. കാ ഇൽ ഇക്ക എഴുതിയിട്ട് 0. ഇങ്ങനെ 2 പേരുകളും പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ലവ് ബേർഡ്സിന് നമ്മൾ തമിഴിൽ പറയുന്ന പേരെന്ന് വെച്ചാൽ ആൻഡ്രിൽ എന്നാണ്. ആൻഡ്രിൽ എന്ന് എഴുതാനായിട്ട് ആ എഴുതിയിട്ട് എഴുതണം, ഞാ എഴുതി ചന്ദ്രകല. ഇനി റീ എഴുതിയാൽ മതി, എന്നിട്ട് ലാ എഴുതി ചന്ദ്രകല. ആൻഡ്രിൽ എന്ന് വായിക്കും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ചില അക്ഷരങ്ങളുടെ വ്യത്യാസങ്ങൾ കാണിക്കുന്നത്, അതായത് ചായും സായും തമ്മിലുള്ള, റായും രായും തമ്മിലുള്ള, നായും നായും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുന്ന ആ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നായുടെ കൂടെ റാ വരുമ്പോഴേക്കും നമ്മൾ റായ്ക്ക് റാ എന്നൊരു സൗണ്ട് മാത്രമല്ല ഇൻട്ര എന്നൊരു സൗണ്ട് കൂടെ വരുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ലവ് ബേർഡ്സിന് മലയാളത്തിൽ ആൻഡ്രിൽ എന്നല്ല പറയുന്നത്, മലയാളത്തിൽ പറയുന്ന ലവ് ബേർഡ്സ് എന്ന് തന്നെയാണ് കേട്ടോ. ലവ് ബേർഡ്സ് എന്നാണ് മലയാളത്തിൽ പറയാറുള്ള പേര്. അപ്പോൾ എന്തായാലും ആൻഡ്രിൽ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മലയാളത്തിലല്ല ഇംഗ്ലീഷിലൊന്ന് എഴുതി കാണിച്ചു തരാം. ആൻഡ്രിൽ, ANDRIL. ആൻഡ്രിൽ എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ആൻഡ്രിൽ എന്നല്ല, ആൻഡ്രിൽ. ആ അല്ല, ആൻഡ്രിൽ. അപ്പോൾ അടുത്തത് സ്റ്റോർക്ക് എന്ന് പറഞ്ഞാൽ ഞാറപ്പക്ഷിയാണ്. ഞാറപ്പക്ഷിക്ക് തമിഴിൽ പറയുന്നത് നാരൈ എന്നാണ്. നാരൈ. മലയാളത്തിൽ ഞാറപ്പക്ഷി എന്നും പറയും. നാറൈ എന്ന് എഴുതാനായിട്ട് നാ എഴുതിയിട്ട് ദീർഘമിട്ടിട്ട് ചുറ്റിക്കെട്ടിട്ട് രാ എഴുതാം. നാറൈ എന്ന് വായിച്ചു. നാറൈ. അതേപോലെ മലയാളത്തിൽ ഞാറപ്പക്ഷി എന്നാണ് കേട്ടോ. ഞാറപ്പക്ഷി. ഞാറ എന്നും പറയാം, ഞാറപ്പക്ഷി എന്നും ചേർക്കാം. ഞാറപ്പക്ഷി.
ഞാറപ്പക്ഷി എന്ന് പറഞ്ഞാൽ സ്റ്റോർക്കാണ്. സ്റ്റോർക്കിന് നാര എന്ന് പറയും. അതേപോലെ ഹമ്മിങ് ബേർഡിന് നമ്മൾ മലയാളത്തിൽ ഹമ്മിങ് ബേർഡ് എന്ന് പറയും, തമിഴിൽ ഓസനിച്ചിട്ട് എന്നാണ്. ഓസനിച്ചിട്ട് ഞാൻ എഴുതി കാണിച്ചു തരാം. ഓ എഴുതാനായിട്ട് ഓ എഴുതിയിട്ട് ഇങ്ങനെ ഒരു കുനിപ്പിടണം. രണ്ടാമത്തെ ഓയാണ്, ഓ എന്ന അക്ഷരമാണിത്. ഇനി സായ്ക്ക് ചായാണ് ഉപയോഗിക്കുന്നത്. ഇനി നീ എഴുതാനായിട്ട് നാ എഴുതിയിട്ട് വള്ളിയിടണം. ചാ എഴുതി ചന്ദ്രക്കല, ഒരു ചായം കൂടെ എഴുതിയിട്ട് വള്ളി. അപ്പോൾ ഓസനിച്ചി. ഇനി ഇട്ട് താ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് അടുത്ത ടാ എഴുതിയിട്ട് കുനിപ്പിടണം. ഓസനിച്ചിട്ട് എന്നാണ് തമിഴിൽ പറയുന്നത്. മലയാളത്തിൽ ഹമ്മിങ് ബേർഡ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഹമ്മിങ്, ഹ ഇമ്മി ങ്, ഹമ്മിങ്. ഇനി ബേർഡ്, ബേഡ്, ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് എന്ന് പറയത്തില്ല, ഹമ്മിങ് ബേർഡ് എന്നേ പറയാറുള്ളത്. കാരണം ബേർഡിനകത്ത് 6 സൈലൻ്റ് ആണ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല, നമുക്ക് തമിഴിലേക്ക് പോയേക്കാം. അടുത്ത കോർമറൻറ്റിന് നമ്മൾ മലയാളത്തിൽ നീർക്കാക്ക എന്ന് പറയും, തമിഴിൽ കാക്കയ്ക്ക് കാകം എന്നായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീർക്കാകം എന്നാണ് പറയുന്നത്, നീർക്കാകം. അപ്പോൾ നീർക്കാകം എന്ന് നമുക്ക് തമിഴിലേക്ക് എഴുതാം. നാ എഴുതിയിട്ട് ചുറ്റിക്കെട്ട് വള്ളി, ഇനി രാ എഴുതി ചന്ദ്രക്കല. ഇനി കാകം, കാ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ട് ഒരു കായം കൂടെ എഴുതിയിട്ട് ദീർഘം ഇടണം. അപ്പോൾ ഇക്ക എന്ന് വായിച്ചു, നീർക്കാകം. കം, കാ എഴുതിയിട്ട് മാ എഴുതി ചന്ദ്രക്കല, നീർക്കാകം. നീർക്കാകം എന്നാണ് മലയാളത്തിൽ നീർക്കാക്ക എന്നാണ്. നമുക്ക് നീർക്കാക്ക എന്ന് എഴുതാം. നീ ഇർ കാക്ക, നീർക്കാക്ക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് അടിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ അറിവുകളൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്.